ഹായ്, ഗുഡ് മോർണിംഗ്. എങ്ങനെ നമ്മുടെ റിട്ടേണിംഗ് വാളിന്റെ രണ്ടാമത്തെ സെക്ഷനിലേക്ക് സ്വാഗതം. സിവിൽ ടെക്കിന്റെ റിട്ടേണിംഗ് വാളിനെ കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ ആണിത്. നമ്മൾ ഇന്നലെ ചെയ്തു വെച്ച കോൺക്രീറ്റിന്റെ ബേസ് ബീമാണിത്. അത് ബേസ് ബീം മാറ്റി ഇപ്പൊ നല്ല വൃത്തിയായി റെഡി ആയിട്ട് നിൽക്കുന്നു. ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ക്യൂറിങ് കഴിഞ്ഞ് ഇതാണ് നമ്മൾ രണ്ട് നെറ്റ് വന്നിരുന്നത്. ഫസ്റ്റ് നെറ്റ് ഇത്, സെക്കൻഡ് നെറ്റ് ഇതാണ്. ഇപ്പോൾ നെറ്റ് അങ്ങോട്ടൊന്ന് ചെറുതായിട്ട് വളച്ചിട്ടുണ്ട്, കാരണം ഭിത്തിയായിട്ടൊന്ന് ചേരുന്ന രീതിയിലേക്ക് ചെറിയ ടേപ്പറിങ്ങിന് വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് 10 mm ആണ്, ഇത് 8 mm. 10 mm 40 cm സെൻറ്റർ ടു സെൻറ്ററിൽ അതിനുള്ളതേ ഉള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെ 8 mm 40 cm സെൻറ്റർ ടു സെൻറ്ററിലാണ് ഫസ്റ്റ് ജാളിയും സെക്കൻഡ് ജാളിയും ചെയ്തേക്കുന്നത്, നെറ്റും ചെയ്തേക്കുന്നത്. ആ രണ്ടുകൂടെ വരുമ്പോഴത്തേന് ഇപ്പോൾ 20 cm സെൻറ്റർ ടു സെൻറ്ററിലാണ് ഇതിൻ്റെ ടോട്ടൽ സെൻറ്റർ ടു സെൻറ്റർ സെൻറ്റിമീറ്റർ ഇത് കാണിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് തിരിച്ച് വെച്ചിട്ട് ഈ ഷട്ടറിങ് ആണ്. ഓക്കെ, നമുക്കിനി കാണാം ഷട്ടറിങ് എങ്ങനെയാണ് ചെയ്യുന്നത്. ഷട്ടറിങ് ചെയ്തതിന് ശേഷം കോൺക്രീറ്റ് ഇട്ട് ഇടയ്ക്കൂടെ പൈപ്പുകൾ വെച്ച് കൊടുക്കും വെള്ളം ഡ്രെയിൻ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇങ്ങനെയാണ് റീറ്റെയിനിങ് വാൾ കൃത്യമായിട്ട് ചെയ്യുന്നത്. ഇത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്, കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. നല്ല കറക്റ്റ് ലെവലിൽ ഒട്ടും സ്പേസ് പോകാതെ ഈ വളരെ സ്പേസ് കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലുള്ള റീറ്റെയിനിങ് വാൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഹെവി ലോഡുകൾ താങ്ങാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു DR കെട്ടണം, അല്ല RR അല്ലെങ്കിൽ DR കെട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നെറ്റ് കെട്ടുമ്പോഴത്തേനും എങ്ങനെ പോകുമെന്ന് പറഞ്ഞാലും ഒരു 4 അടി അല്ലെങ്കിൽ 5 അടി വീതിക്കലും 4 അടി വീതിക്കലും ബേസ് കെട്ടി പോകേണ്ടത്. അപ്പം 4 അടി വീതി വരും. ഇതിന് വരുന്ന 1 അടി വീതി അല്ലെങ്കിൽ 1.5 അടി ഒക്കെയാണ് മാക്സിമം വരുന്ന വീതിയും ബേസും. അപ്പോൾ അത്ര സ്പേസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ ഒരു DR സപ്പോർട്ട് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്പേസ് മുഴുവൻ തന്നെ പോകും. അപ്പോൾ നമുക്ക് ഇത്രയും മുറ്റം നമുക്ക് കളയാതെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഇതുപോലത്തുള്ള സ്പേസ് കുറഞ്ഞ് റീറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ റീറ്റെയിനിങ് വാളാണ് നല്ലത്. പക്ഷേ എക്സ്പെൻസ് കൂടുതലാണ്. പക്ഷേ കമ്പയർ നോക്കുമ്പം യൂട്ടിലിറ്റി കൂടെ നോക്കുമ്പോഴത്തേനും കുഴപ്പമില്ല എന്ന് പറയാം. ഓക്കെ, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാമഗ്രികളാണ്. ഒന്ന് ഷീറ്റ്, ഇത് സൈസ് 4 അടി 2 അടി സൈസുള്ള ഷീറ്റാണെന്ന്. പിന്നെ അതുപോലെ തന്നെ അത് 1 ഇഞ്ച് തിക്നെസ് വരുന്ന ഷീറ്റാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സ്പാൻ അഡ്ജസ്റ്റബിൾ സ്പാനാണ്. സ്പാന് നമ്മൾ നീളം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. അതനുസരിച്ച് അത് ചാരി വെച്ചതിന് ശേഷം അതിലോട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കെട്ടുകമ്പി കൊണ്ട് കെട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യോജിപ്പിച്ചതിന് ശേഷം കോൺക്രീറ്റ് ഇട്ട് അത് ഫില്ല് ചെയ്ത് വൈബ്രേറ്റർ ചെയ്ത് നല്ല രീതിയിൽ തിക്കാക്കി കഴിയുമ്പോൾ കൺസോൾട്ടേഷനിലേക്ക് പോകും. അതാണ് എൻ്റെ രീതി. ഇതുണ്ടോ കറക്റ്റ് 50 സെൻറ്റിമീറ്റർ ഇടും കേട്ടോ. ഇത് വരുമ്പോൾ കറക്റ്റ് 50 സെൻറ്റിമീറ്റർ പക്ക. देखो अभी 50 सेंटीमीटर और शीट പെട്ടെന്ന് ലോക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, ബൈ इसमें ഇൻസെർട്ട് करो. ऐसा देखो, ചെറിയ കമ്പികൾ വെച്ച് ഈ ഹോളുകൾ തമ്മിൽ ലോക്ക് ചെയ്യുവാണ്. ഈ ലോക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാം ഒറ്റ നമ്പറായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഇതിനെ നമ്മൾ ജാക്കി വെച്ച് ഈ സ്പാൻ വെച്ച് ഒരെണ്ണം 2 ആയിട്ട് ഊരി എടുക്കുന്നു. അതിനുശേഷം ഈ ജോയിന്റുകളിൽ കൂടെ ജോയിന്റ് വരുന്നിടത്ത് നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടുത്തെ അകലം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കോൺക്രീറ്റ് ഇതിനകത്തോട്ട് പോർ ചെയ്യുന്നു. 2 സൈഡിൽ നിന്ന് നല്ല സ്ട്രോങ് ആക്കിയിട്ട് കോൺക്രീറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെറിയ കമ്പികൾ വെച്ച് 2 താഴെയും മേൽവശം ലോക്ക് ചെയ്യുന്നു. ഇത് പുതിയൊരു ഇതാണ്, ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ആണ്. ഓക്കെ.